ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഈ ചാനലിലെ 16ാമത്തെ വീഡിയോ ആണ്. അപ്പം ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ പല ടോപ്പിക്കുകൾ, പല കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോയിലൂടെയും ഷെയർ ചെയ്യുന്നുണ്ട്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിന് ചുറ്റുമുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു, വിവാഹത്തെക്കുറിച്ച്. ഇപ്പോഴത്തെ കുട്ടികൾ മിക്കവർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. കാരണമെന്ന് വെച്ചാൽ അവർ കണ്ട ഉദാഹരണങ്ങൾ, അവരുടെ പാരൻസിൻ്റെ ആയാലും ചുറ്റുപാട് ഉള്ളവരുടെയൊക്കെ ജീവിതമൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ഈ വിവാഹമൊന്നും അവർ വിചാരിക്കുന്ന തരത്തിലുള്ള ഹാപ്പിനെസ് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വിവാഹത്തിൽ പോകുന്നതിനേക്കാളും ഒറ്റയ്ക്ക് സന്തോഷകരമായി ജീവിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചാൽ കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് അവരങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഈ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് പെൺകുട്ടികളെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിവാഹം വേണ്ട എന്ന് പറയുന്നതും പെൺകുട്ടികൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം അവർ കണ്ടിട്ടുള്ള ജീവിതങ്ങളിൽ സ്വന്തം അമ്മയുടെ ആയാലും ചുറ്റും കണ്ടിട്ടുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ ജീവിതമൊക്കെ കാണുമ്പോൾ അവർ തന്നെ പറയും വേണ്ട, ഈ വിവാഹം വേണ്ട എന്ന് അവർ ഉറപ്പായിട്ടും പറയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ഒരു പാരൻസ് കാണുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പറയുകയാണ് വിവാഹം വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവർ ആലോചിച്ച് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, വേണ്ട എന്നെങ്കിൽ കല്യാണം കഴിക്കേണ്ട. കാരണം കല്യാണം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു തമാശയല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ ഒരു സാമൂഹിക സ്ഥിതി അനുസരിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ പുരുഷൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ചില അപൂർവമായ ചില വീടുകളിൽ സ്ത്രീകളുടെ വീട്ടിൽ വന്ന് താമസിക്കാം. പക്ഷേ കൂടുതലും പുരുഷന്മാരുടെ വീട്ടിലാണ് പെൺകുട്ടികൾ താമസിക്കാൻ വരുന്നത്. അപ്പോൾ അതുവരെ അവർ ശീലിച്ച ശീലങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഒരു സാഹചര്യം, ചുറ്റുപാടുകളും ചുറ്റുമുള്ള മനുഷ്യർ, അതൊരു ശരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നല്ലൊരു രീതിയിലുള്ള ആൾക്കാരൊന്നുമല്ല, നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അല്ല എങ്കിൽ ശരിക്കും ഒരു പെൺകുട്ടികൾ അവിടെ കിടന്ന് എന്താ സംഭവിക്കുക, പെൺകുട്ടികൾ അവിടെ ചെന്ന് ചക്രശ്വാസം വലിക്കും. കാരണം അവർക്കൊന്നും പറയാൻ പറ്റില്ല. ആരോടൊന്നും പറയാൻ പറ്റും? പേരൻസിനോട് പറഞ്ഞാൽ ഒരു മോളെ അതങ്ങ് സഹിക്കാനേ പറയുള്ളൂ. കാരണം തിരിച്ചു വന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആരെങ്കിലും മറ്റുള്ളവരൊക്കെ ചുറ്റും ബന്ധുക്കളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. അവരൊന്നും ഒരു വിവാഹം കഴിഞ്ഞിട്ട് നല്ലതാവണമെന്നല്ല, എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് നടക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന റിലേറ്റീവ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ മുന്നിലൊന്നും വിവാഹം കഴിഞ്ഞ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞാൽ അവരും പറയും ഇതങ്ങ് സഹിച്ചോളൂ എന്നേ പറയുള്ളൂ. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സഹിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴൊക്കെ കുറേ പാരൻസൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്ത്രീയും പുരുഷനും, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് അവർ മാത്രമായ ഒരു ലോകത്തിൽ താമസിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ രണ്ട് പാരൻസിൻ്റെ ഇടയിൽ നിൽക്കാതെ അവർ തനിച്ച് അവർക്കിഷ്ടമുള്ളൊരു സ്ഥലത്ത് പോയി ഒരുമിച്ച് ഒന്നെങ്കിൽ വാടകയ്ക്കോ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ ഒരു വീടൊക്കെ മേടിച്ചോ സ്വന്തമായിട്ടൊരു ജീവിതം നല്ല ഇണക്കിളികളെ പോലെ ആ ഒരു പ്രായത്തിൽ അവരുടെ ജീവിതം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ടുള്ള പാരൻസൊന്നും ഒട്ടും സമ്മതിക്കത്തില്ല. അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആൺമക്കളുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ ആൺമക്കൾ വേറെ എങ്ങും പോകാൻ സമ്മതിക്കത്തില്ല. അവരുടെ ഇടയിൽ തന്നെ നിൽക്കണം. എന്നിട്ട് ആ പെൺകുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം വീട്ടിൽ കൊടുക്കുകയില്ല. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ശരിക്കും ഒരു സ്ത്രീ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു ക്രൂരതകളാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണ്.
കാരണം പിന്നെ സ്ത്രീയെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യണം അല്ലേ. എല്ലാം സഹിക്കുന്ന, എല്ലാ വീടുകളിൽ എല്ലാം ജോലി ചെയ്യുന്ന, എപ്പോഴും ചിരിച്ച് നിൽക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സ്ത്രീകളാണ്, അവരാണ്, അങ്ങനെയാണ് മറ്റുള്ളവരും അങ്ങനെയാണ് ആവേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഗ്ലോറിഫൈ ചെയ്ത് പിന്നെ മറ്റുള്ള പെൺകുട്ടികൾക്കും ഇത് ഒന്നുമല്ലാതെ ചിലപ്പം ചില റിബലായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സത്യസന്ധമായി നിൽക്കുന്ന പെൺകുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറും. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇപ്പം നമ്മൾ പലപ്പോഴും ഈ സഹിക്കുന്നവരെക്കാളിലും ഈ പ്രതികരിച്ചവരാണ് ഈ ലോകത്ത് മനോഹരമായ ലോകം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാം സഹിക്കുന്നവർ വീണ്ടും അടുത്തൊരു ജനറേഷനും സഹിക്കാൻ ഇവരെ പോലെ സഹിച്ച് ജീവിക്കേണ്ടി വരും. പക്ഷേ പ്രതികരിക്കുന്നവർ, ഏതെങ്കിലും സ്ത്രീകൾ എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഈ ലോകത്തിൽ മറ്റുള്ള സ്ത്രീകൾക്കും സ്വർഗരാജ്യം പണിയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുണ്ട്. എങ്കിലും ഈ നിയമങ്ങളൊന്നും ഒരിക്കലും ഒരു സ്ത്രീക്ക് പലപ്പോഴും അവർക്ക് അനുകൂലമായിട്ടാക്കാൻ സാധിക്കുന്നില്ല. ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറൊരു വശമെങ്കിലും ശരിക്കും നീതി അർഹിക്കുന്നവർ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒന്നും പോകാൻ അവർക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ നീതി തേടി പോകാൻ പറ്റുന്നൊരു സാഹചര്യമായിരിക്കത്തില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സ്വന്തമായ വരുമാനം നേടിയെടുക്കുക എന്നുള്ളത്. സ്വന്തമായി വരുമാനം ഇല്ല എങ്കിൽ ആ സ്ത്രീകളുടെ കഷ്ടകാലമായിരിക്കും. കാരണം എന്ത് കാര്യം, ഇപ്പം എന്ത് വേണമെങ്കിലും എന്തായാലും പൈസ വേണം. കാശില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യും, എപ്പോഴും ഹസ്ബൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരാവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും അത് സഹിക്കേണ്ടി വരും. പിന്നെ ഹസ്ബൻഡായാലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും പറയുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും. പിന്നെ ചില പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ അവരുടെ പേരൻസൊക്കെ ഓൾറെഡി ഫിനാൻഷ്യലി സ്റ്റേബിളൊക്കെ ആണെങ്കിൽ പൈസയൊക്കെ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ എല്ലാവരും അതുപോലെ സൗകര്യമുള്ളവരൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഒരുപാട് സഹിക്കേണ്ടി വരും. കാരണം ഒരു പുതിയ ജീവിതത്തിൽ, പുതിയൊരു സാഹചര്യത്തിൽ, പുതിയൊരു ലോകത്ത് ചെല്ലുമ്പോൾ അവൾക്ക് ആഗ്രഹങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് അവൾക്ക് വിധേയപ്പെടേണ്ടി വരും. അപ്പോൾ ഇത് കേൾക്കുന്ന ഈ ഒരു വീഡിയോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് റിയാലിറ്റീസ്, ഞാനടക്കമുള്ള പെൺകുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ദുരന്തങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാകണമെങ്കിൽ, നമ്മളായിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മളുടെ സ്വപ്നങ്ങൾ എന്താണ് അതനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ എന്താണ് നമുക്ക് ശരിക്കും വേണ്ടത്, ആ ഒരു ശരിക്കും വേണ്ടതുപോലെയാണോ നമ്മൾ ജീവിക്കുന്നത്, ആ വേണ്ടതുപോലെ ജീവിക്കുന്നതിന് നമ്മളെ മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്ന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മളുടെ വിവാഹമാണ്. വിവാഹ ജീവിതത്തിലെ നമ്മൾ ആ എത്തിച്ചേരുന്ന വീട്ടിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല എങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് മനോഹരമായി ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മൾക്ക് സാമ്പത്തികമായി സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലെങ്കിൽ, സുരക്ഷിതമായ സ്വാതന്ത്ര്യമില്ല എങ്കിൽ പിന്നെ ആ ജീവിതത്തെക്കുറിച്ച് പറയേ വേണ്ട. കാരണം ഒരു സന്തോഷം നമുക്കുണ്ടാവില്ല. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതലും ആ കുട്ടിയെ നോക്കുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ആ കുട്ടിക്കൊരാവശ്യമുള്ള ഒരു കാര്യം നമുക്ക് മേടിക്കണമെങ്കിൽ, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഒരു സാഹചര്യം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മേടിക്കണമെങ്കിൽ പോലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യം എന്നൊക്കെ പറയുന്നത്